നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. മലയാളികളുടെ ഭക്ഷണശീലത്തിൽ ഒഴിച്ചുകൂടാനാവാത്തതാണ് സവാള. കുറച്ചുകാലമായി സവാള മലയാളികളെ കരയിക്കാൻ തുടങ്ങിയിട്ട് അടിക്കടി ഉണ്ടാകുന്ന വിലവർധനവ് തന്നെയാണ് ഇതിന് കാരണം. എന്നാൽ ഇന്ത്യക്കാരെ മാത്രമല്ല, വിദേശ മലയാളികളെയും കരയിച്ചിരിക്കുകയാണ് ഇപ്പോൾ സവാള. വിദേശ വിപണിയിൽ ഇന്ത്യൻ സവാളകൾ കിട്ടാക്കനിയായതോടെ വിപണിയിൽ വിദേശികളായ സവാളകൾ സ്ഥാനം പിടിച്ചിരിക്കുകയാണ്. വിവിധതരം സവാളകൾ സുലഭമാണെങ്കിലും ചൂടാകുമ്പോഴേ കുഴഞ്ഞു പോകുന്ന ഇവ വിഭവങ്ങളുടെ കോലം കെടുത്തുന്നതായാണ് പരാതികൾ ഉയരുന്നത്. വഴറ്റുമ്പോൾ നന്നായി മുരിഞ്ഞു കിട്ടുന്നു എന്നതാണ് ഇന്ത്യൻ സവാളകളുടെ പ്രത്യേകത. എന്നാൽ വിദേശികളായ സവാളയ്ക്ക് ഈ ഗുണം കിട്ടാറില്ലെന്ന് പാചകക്കാരും വീട്ടമ്മമാരും സാക്ഷ്യപ്പെടുത്തുന്നു. വഴറ്റുമ്പോൾ കറുത്തു കുഴഞ്ഞു പോകുന്നതാണ് വിദേശ സവാളകളുടെ പ്രധാന പ്രശ്നം. കേരളീയ വിഭവങ്ങൾക്കൊന്നും വിദേശ സവാള യോജിച്ചതല്ല. കാഴ്ചയിലും രുചിയിലും വ്യത്യാസമുണ്ടാകും. സവാളയുടെ കയറ്റുമതി ഇന്ത്യ പുനരാരംഭിക്കാത്തതാണ് മലയാളികളടക്കമുള്ള പ്രവാസികൾക്ക് തിരിച്ചടിയാകുന്നത്. ഇന്ത്യയിൽ സവാള വില ദിനംപ്രതി കുതിച്ചുയരുകയാണ്. ഈ സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാർ കയറ്റുമതി നിരോധിച്ചത്. പരമാവധി 1 മാസത്തേക്കാണ് നിരോധനമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും ഇത് നീളുകയാണ്. ഈജിപ്ത്, ഹോളണ്ട്, തായ്ലൻഡ്, പാകിസ്ഥാൻ, തുർക്കി എന്നിവിടങ്ങളിൽ നിന്നാണ് UAE-യിൽ സവാളകൾ എത്തുന്നത്. ഇതിൽ ഹോളണ്ട് സവാളയ്ക്ക് ഇന്ത്യയുമായി കൂടുതൽ സാമ്യമുണ്ടെന്ന് പ്രമുഖ ഹൈപ്പർ മാർക്കറ്റുകൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. 2.50 ദിർഹമാണ് ഏകദേശ വില. തുർക്കി സവാളയ്ക്കും ഇന്ത്യൻ സവാളയ്ക്കുമായി സാമ്യമുണ്ട്. പാകിസ്ഥാൻ സവാള 2 ദിർഹത്തിന് കിട്ടും. എന്നാൽ നിലവിൽ അവിടെ നിന്നുള്ള വരവും കുറഞ്ഞിട്ടുണ്ട്. വിലകളിൽ ഓരോ ദിവസവും കയറ്റിറക്കങ്ങൾ ഉണ്ടാകുന്നുണ്ട്. നിലവിൽ ഈജിപ്ഷ്യൻ സവാളയ്ക്കാണ് ഏറ്റവും വില കുറവുള്ളത്. 1.75 ദിർഹമാണ് ഇതിന് വില. കൂടാതെ നിരവധി ഓഫറുകളുമുണ്ട്. ഇവയാണ് നിലവിൽ വിപണിയിൽ സർവ്വവ്യാപിയായി ഉള്ളത്. വലുപ്പമുള്ള ഇവയ്ക്ക് ചുവപ്പു നിറമാണുള്ളത്. ബാച്ചിലേഴ്സും ഹോട്ടലുകാരും ഇതാണ് ഇപ്പോൾ വാങ്ങുന്നതും. എന്നാൽ ബിരിയാണികൾക്കും മറ്റും വറുത്തിടാൻ ഇത് കൊള്ളില്ലെന്ന് പാചകക്കാർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. അല്പം മധുരമുണ്ട് ഈജിപ്ഷ്യൻ സവാളയ്ക്ക്. സാലഡിനാണ് ഇവ കൂടുതലും യോജിച്ചത്. ഇഷ്ടവിഭവങ്ങളായ പരിപ്പ് വട, പക്കാവട, സവാളവട തുടങ്ങിയ പലഹാരങ്ങളിൽ പ്രധാന ചേരുവയായി ചേർക്കുന്നത് സവാളയാണ്. എന്നാൽ വിദേശ സവാളകൾ കൊണ്ട് ഇതുണ്ടാക്കാൻ സാധിക്കുകയില്ല. പക്കാവടയും മറ്റും തണുത്തുപോയാൽ തീരെ രുചിയുണ്ടാകില്ല. എന്നാൽ മലയാളി വീട്ടമ്മമാരിൽ ചിലരെങ്കിലും സവാള പരമാവധി ഒഴിവാക്കാൻ നിർബന്ധിതരാവുകയാണ്. പകരം ചെറിയ ഉള്ളി ഉപയോഗിക്കുകയാണ്. കൂടുതൽ കറി തയ്യാറാക്കുമ്പോൾ സവാളയ്ക്കൊപ്പം ഉള്ളി കൂടി ചേർക്കുന്നു. സവാള ചേർക്കാതെ തന്നെ സ്വാദിഷ്ടമായ വിഭവങ്ങൾ തയ്യാറാക്കാമെന്ന് ഇവർ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. എന്നാൽ കറികൾക്കൊന്നും സവാള ഉപയോഗിക്കുമ്പോഴുള്ള രുചികൾ ഉണ്ടാകാറില്ലെന്നും ഇവർ പറയുന്നുണ്ട്. നാട്ടിൻപുറങ്ങളിൽ സവാളയ്ക്കൊപ്പം ക്യാബേജും വഴറ്റി ബിരിയാണി മസാല തയ്യാറാക്കിയിരുന്നു. സവാള വില കൂടുമ്പോൾ സാധാരണക്കാരിൽ ചിലരെങ്കിലും ചെയ്തിരുന്ന രീതിയാണ് ഇത്. രുചിയിൽ വ്യത്യാസം വരില്ല എന്നതാണ് ഇതിന്റെ മെച്ചം. എന്നാൽ ദിനംപ്രതി സവാള വില ഉയരുമ്പോൾ ഇത്തരത്തിലുള്ള ബദൽ മാർഗങ്ങൾ സ്വീകരിക്കാൻ നിർബന്ധിതരാവുകയാണ് മലയാളികളും പ്രവാസികളും. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.